ഹലോ വ്യൂവേഴ്സ്, അസ്സാം വലൈക്കും, നമസ്കാരം. ഇന്ന് നമ്മൾ ഈ ടേസ്റ്റിൽ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു റൈസ് റെസിപ്പിയാണ്. അതായത് ക്യാരറ്റ് റൈസാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ടിഫിനിൽ കൊടുത്തിടാൻ പറ്റുന്ന നല്ലൊരു റൈസ് കൂടിയാണിത്. അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ഒരു ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾ കാണുന്ന 3 ഓപ്ഷൻസിൽ നിന്നും ഏറ്റവും ടോപ്പിൽ കാണുന്ന ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മാത്രമേ ഇനി അങ്ങോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടുള്ളൂ. അപ്പോൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ക്യാരറ്റ് റൈസ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയിട്ട് എടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കണം. ഞാൻ ഇതുപോലൊരു ഗ്രേറ്റർ ബോക്സ് ആണ് യൂസ് ചെയ്യാറ്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബോക്സാണ്. നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പം താഴെ ഇത് സ്റ്റോർ ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര യൂസ്ഫുൾ ആണിത്. ഇത്രയും കട്ടിയുള്ള 2 ക്യാരറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ കുറച്ച് കൂടുതൽ തന്നെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അവർക്ക് ഒരുപാടൊന്നും ക്യാരറ്റ് ചേർക്കുന്ന ഇഷ്ടമല്ല എങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കുറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതുപോലെ ക്യാരറ്റ് നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം, കട്ട് ചെയ്തിട്ട് എടുക്കരുത്. സാധാരണ നമ്മൾ ചെറുതാക്കിയിട്ടാണെങ്കിലും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഇങ്ങനെ കടിക്കുമ്പോൾ വലിയൊരു ടേസ്റ്റ് തോന്നിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്താൽ ഇപ്പോൾ നമ്മുടെ കപ്സ് റൈസിൻ്റെ കൂടെയൊക്കെ നമ്മളിങ്ങനെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കാണാറില്ല. അപ്പോൾ അതങ്ങനെ കഴിക്കുമ്പോൾ കുറച്ച് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഇഷ്ടമാവും അങ്ങനെ ഗ്രേറ്റ് ചെയ്താലായിരിക്കും. അപ്പോൾ ഇതൊരു ഭാഗത്ത് മാറ്റി വെക്കാം. 2 മീഡിയം സൈസ് ആയിട്ടുള്ള ക്യാരറ്റാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു റൈസ് ഉണ്ടാക്കിയിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാത്രം എടുത്തിട്ട് സ്റ്റൗവിൽ വെക്കാം. ചൂടായിട്ട് വരുമ്പം ഇതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള സ്പൂൺ ഇത്തിരി ചെറുതാണ്, അതുകൊണ്ടൊരു 6 തവണയായിട്ടാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഓയിലിൻ്റെ കൂടെ തന്നെ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ആ ഒരു ചോറിന് കുറച്ച് നെയ്യിൻ്റെ ടേസ്റ്റ് കൂടെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 1 ടേബിൾ സ്പൂൺ വരെ നമുക്ക് നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് മിൽമയുടെ പ്യുവറായിട്ടുള്ള നെയ്യാണ്. ഇതിന് പകരം നിങ്ങൾക്ക് മറ്റേതെങ്കിലും നെയ്യ് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു ഓയിലും നെയ്യും കൂടെ ഒന്ന് ചൂടായിട്ട് വരുമ്പം ഇതിനകത്തേക്ക് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. അതായത് ഒരു ചെറിയ കഷ്ണം പട്ട, അതുപോലെ ഒരു 4-5 ഏലക്ക, 3-4 ഗ്രാമ്പു കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഫെനൽ സീഡ്സ്, അതായത് നമ്മുടെ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ചെറിയ ബേ ലീഫ്, നമ്മുടെ കറുകയില കൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ ചെറുതായിട്ട് ഇതൊന്ന് സോട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു 1 മുതൽ ഒരു 1.5 ടേബിൾ സ്പൂൺ വരെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ തന്നെ എടുത്തോളൂ, കാരണം നമ്മുടെ ചോറിന് ആ ഒരു ഫ്ലേവറോട് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനിയിപ്പോൾ അത് ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ കുറച്ചിട്ട് കൊടുക്കാം. ചോറിലൊക്കെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയൊക്കെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ഒരു 8 കാഷ്യൂനട്ട് ചേർക്കുന്നുണ്ട്. നമ്മുടെ റൈസിലെ ഒരു കാഷ്യൂനട്ട് കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും, പ്രത്യേകിച്ച് നമ്മൾ കുട്ടികൾക്ക് ചെയ്യുമ്പം. പിന്നെ ഞാനിവിടെ ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഒരു 2 പച്ചമുളകെങ്കിലും ഉണ്ടാകുമ്പോഴായിരിക്കും കുറച്ച് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. പക്ഷെ ഇപ്പോൾ കുട്ടികൾക്ക് ചെയ്യുമ്പം എരിവ് കുറച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഒരു പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു മീഡിയം സൈസായിട്ടുള്ള സവാള. അത് നന്നായിട്ടൊന്ന് കനം കുറഞ്ഞിട്ട് വീണ്ടും അതിനൊന്ന് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കാം. ഒരുപാട് സവാളയൊന്നും ചേർക്കണ്ട കേട്ടോ. ഈ റൈസിനകത്ത് കൂടുതലും ക്യാരറ്റാണ് കൂടുതലുണ്ടാവുക. സവാളയൊക്കെ വളരെ കുറച്ച് മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതിനെ വഴറ്റിയിട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷനിലാണ്, ഞാൻ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് അങ്ങ് ചേർത്തിന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമല്ല എങ്കിൽ ചേർക്കേണ്ടതില്ല. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റാണ്. 2 മീഡിയം സൈസായിട്ടുള്ള ക്യാരറ്റാണ്. അപ്പോൾ എനിക്കിവിടെ കുട്ടികൾക്കൊക്കെ ക്യാരറ്റ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാടൊന്നും റൈസിൽ ഇഷ്ടമില്ലാത്തവർക്ക്, അതല്ല ഇപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും ഇപ്പോൾ ഗ്രേവി ചിക്കൻ്റെ ഒരു ഗ്രേവിൻ്റെ കൂടെയൊക്കെ കഴിക്കാനൊക്കെ ഉണ്ടാക്കുമ്പോൾ ക്യാരറ്റ് വേണമെങ്കിൽ കുറച്ചിട്ടൊക്കെ കൊടുക്കാം. വല്ലാണ്ട് മടുപ്പൊക്കെ വരുന്നുണ്ടെങ്കിൽ കൂടുതൽ ക്യാരറ്റ് ഉണ്ടാകുമ്പോൾ ഈ ഒരു ക്യാരറ്റ് കൂടെ ചേർത്തിട്ട് അതിനെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വരെ നമ്മുടെ ബിരിയാണി മസാലയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഞാൻ മുമ്പേ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ചാറ്റ് മസാല കൂടെ ചേർക്കുന്നുണ്ട്. അതും ഓപ്ഷനിലാണ്, കയ്യിലുണ്ടെങ്കിൽ ചേർത്തിയാൽ മതി. പിന്നെ ഞാനൊരു 1/2 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത് വൈറ്റ് പെപ്പർ പൗഡറാണ്, പക്ഷേ നമ്മുടെ കോമൺ ആയിട്ടുള്ള ബ്ലാക്ക് പെപ്പർ പൗഡർ തന്നെ മതി. അപ്പോൾ അത് 3 കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അതുപോലെ നമ്മുടെ ഈ ക്യാരറ്റിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കട്ടോ. ഞാനിവിടെ ആദ്യമേ തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള റൈസ് ഞാനിവിടെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു റൈസിൽ ഓൾറെഡി ഉപ്പുണ്ട്. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മാത്രം ഉപ്പ് ചേർത്തിയാൽ മതി. ഇനി നമുക്കിതിനെ ചെറുതായിട്ടൊന്ന് അടച്ചു വെക്കാം. ഒരു 2 മിനിറ്റ് വളരെ ചെറിയ തീയിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കുക ക്യാരറ്റ്. 2 മിനിറ്റിന് ശേഷം വീണ്ടും നമുക്കിതിനെ തുറന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം.
ഇനി ജസ്റ്റ് ഇതൊന്ന് ടേസ്റ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ റൈസ് ചേർക്കുന്നതിന് മുന്നേ ഈ ഒരു ക്യാരറ്റിൻ്റെ മിക്സ് ഒന്ന് ടേസ്റ്റ് ചെയ്യണം. ഉപ്പോ അല്ലെങ്കിൽ കുരുമുളകോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയം തന്നെ ചേർത്തിട്ട് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില കൂടെ അരിഞ്ഞിട്ട് ചേർക്കുന്നുണ്ട്. വീണ്ടും നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ക്യാരറ്റ് നമുക്ക് ഒരുപാട് അങ്ങോട്ട് വെന്ത് അങ്ങനെ ആയിട്ട് പോകണ്ട കേട്ടോ. അത്യാവശ്യം ക്യാരറ്റൊക്കെ പെട്ടെന്ന് കുക്കാവുന്ന തന്നെയാണ്. ഒരുപാടൊന്ന് വെന്തിട്ട് അങ്ങനെ പോകും വേണ്ട. വളരെ ചെറിയ തീയിൽ വെച്ചുകൊണ്ട് തന്നെ കുക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി ഒന്ന് പിഴിഞ്ഞിട്ട് ചേർക്കാം. അതുകൊണ്ട് ആകുമ്പോൾ നമ്മുടെ റൈസിന് നല്ല ടേസ്റ്റ് കിട്ടും. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബസ്മതി റൈസാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ ഒരു ബസ്മതി റൈസ് പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ചെയ്തെടുക്കേണ്ട രീതി ഞാൻ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കാം. അപ്പോൾ ഇതിൽ നിന്നും ഏകദേശം നമ്മൾ 1 കപ്പ് വേവിച്ചെടുക്കുന്ന അത്രയും റൈസ്, 1 മുതൽ ഒരു 1.5 കപ്പ് വരെ വേവിച്ചെടുക്കുന്ന അത്രയും റൈസാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്തിട്ടുള്ളത്. ഞാൻ മുമ്പേ അപ്ലോഡ് ചെയ്തിരുന്ന ആ വീഡിയോ ചെയ്യുന്ന ദിവസം തന്നെയാണ് ഞാൻ ഈ ഒരു ക്യാരറ്റ് റൈസും ചെയ്തിട്ടുള്ളത്. വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈകുന്നതാണ്. അപ്പോൾ ഈ ഒരു റൈസ് കൂടെ ചേർത്തിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതുപോലെ ക്യാരറ്റ് റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യമേ ഒരുപാട് ഉണ്ടാക്കിയിട്ട് വെക്കണ്ട കേട്ടോ. നമ്മൾ ഈ ഒരു ക്യാരറ്റിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണം റൈസ് അങ്ങനെ മിക്സ് ചെയ്താൽ മതി. നേരത്തെ നമ്മളത് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ വീണ്ടും ചൂടാക്കിയിട്ട് എടുക്കുമ്പം ആ ഒരു റൈസിൻ്റെ ടേസ്റ്റ് അങ്ങനെ പോവുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് മാത്രം മിക്സ് ഉണ്ടാക്കിയിട്ട്, അതായത് ക്യാരറ്റിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടാക്കിയിട്ട് എടുത്തിട്ട് റൈസ് മിക്സ് ചെയ്ത് എടുത്താൽ മതി. പ്രത്യേകിച്ച് നമ്മൾ കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പം അങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരു 1.5 കപ്പോളം, 1 കപ്പ് മുതൽ ഒരു 1.5 കപ്പോളം ഉള്ള റൈസിനാണ് ഞാനിതിലേക്ക് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നന്നായിട്ടൊന്ന് മിക്സിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കാം. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം. അതായത് ഇപ്പം നമ്മുടെ കുരുമുളകിൻ്റെ ആ ഒരു ഫ്ലേവറോ അതല്ലെങ്കിൽ ബിരിയാണി മസാലയുടെ ഫ്ലേവറൊക്കെ കുറവുണ്ടെങ്കിൽ ഈ സമയം നമുക്ക് ചേർക്കാം. ഉപ്പല്ലാത്തതൊക്കെ നമുക്ക് റൈസ് ചേർത്തി കഴിഞ്ഞാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. എനിക്കിവിടെ ഈ ഒരു റൈസ് കഴിക്കുമ്പം ഒരു സാലഡ് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു നാരങ്ങ പിഴിഞ്ഞിട്ട് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടാറുണ്ട്. എക്സ്ട്രാ നമുക്കൊരു ചിക്കൻ്റെ ഗ്രേവി അങ്ങനെയൊന്നും വേണമെന്നില്ല. ഇതുപോലെ തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ്. നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്യുക. ആവശ്യമെങ്കിൽ മാത്രം ഇതിലേക്ക് കുരുമുളകിൻ്റെ പൊടിയോ അതല്ലെങ്കിൽ ഇപ്പം ചാറ്റ് മസാല അല്ലെങ്കിൽ ബിരിയാണി മസാല ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന റൈസാണ്. ഞാനിതിലിപ്പം അല്പം കൂടുതൽ തന്നെ ക്യാരറ്റ് ചേർത്തിട്ടുണ്ട്, എനിക്കത് ഇഷ്ടമായതുകൊണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു റൈസ് നമ്മുടെ ചിക്കൻ ഗ്രേവിയുടെ കൂടെ ഒക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ ചില്ലി അതുപോലുള്ള ചൈനീസ് ഡിഷസിൻ്റെ കൂടെ കഴിക്കാം. ഡ്രൈ ആയിട്ടുള്ള ചിക്കൻ ഡിഷസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാം കേട്ടോ. ഒരു സാലഡ് കൂടെ ഉണ്ടെങ്കിൽ, തൈരിൻ്റെ സാലഡ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന റൈസ് തന്നെയാണ്. പ്രത്യേകിച്ചും കുട്ടികൾക്ക് ടിഫിനിൽ കൊടുത്തിടാൻ പറ്റുന്ന റൈസ് തന്നെയാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് നമ്മുടെ സാധാ ചോറിനേക്കാളും ഇഷ്ടം ബസ്മതി റൈസ് കൊണ്ട് കുക്ക് ചെയ്യുന്ന റൈസാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ എളുപ്പം നമുക്കത് തലേദിവസം ഈ ഒരു ക്യാരറ്റിൻ്റെ മിക്സ് ഉണ്ടാക്കിയാൽ അതുപോലെ റൈസും കുക്ക് ചെയ്ത് വെച്ചാൽ സ്കൂളിൽ പോകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. കൂടെ ഒരു സാലഡോ അച്ചാറോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തു വിട്ടാലും മതി. പ്രത്യേകിച്ച് ഒരു ചിക്കൻ്റെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്യുക. വളരെ സിമ്പിളായിട്ടുള്ള റൈസ് തന്നെയാണ്. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൂടെ കൊടുക്കുക. പിന്നെ വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് ഈ ടേസ്റ്റിലൂടെ കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.